അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളുടെ മനോഹരമായ സാരി ദുനിയാക്കെ മാലിക് എന്നുള്ള ഈ പാഠം നമ്മളിവിടെ എന്താക്കാൻ പോവാണ്, അർത്ഥം വെക്കാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാം. സാരി ദുനിയാക്കെ മാലിക്, ഈ മുഴുവൻ ലോകത്തിൻ്റെയും യജമാനൻ. അള്ളാഹിനെ കുറിച്ച് പറയാൻ കേട്ടോ. അള്ളാഹ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നാട്ടിലെയോ ഏതെങ്കിലും ഒരു സ്ഥലത്തെയോ അള്ളാഹു അല്ലല്ലോ. ദുനിയാവിൻ്റെ ഈ കണ്ട മുഴുവൻ ദുനിയാവിൻ്റെയും മാലിക്, രാജാവ് അതാരാണ്? അള്ളാഹു ആണ്. ഏ സാരി ദുനിയാക്കെ മാലിക്, ഏ സാരി ദുനിയാക്കെ മാലിക്. നമ്മളിനി അള്ളാഹിനെ വിളിച്ചുകൊണ്ടിരിക്കാം. മേലെ പറഞ്ഞ അർത്ഥത്തിനെ ഒന്ന് വിളിച്ചു നോക്കികളെ. ഏ സാരി ദുനിയാക്കെ മാലിക്, ഈ സർവ ഈ മുഴുവൻ ദുനിയാവിൻ്റെയും യജമാനനെ കേട്ടോ. യജമാനനെ നമ്മൾ വിളിക്കുകയാണ്. ഇനി ഓരോ വരികളിലും അള്ളാഹിനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. രാജാ ഓർ പ്രജാക്കെ മാലിക്, രാജാക്കന്മാരുടെയും ഓർ പ്രജാക്കെ മാലിക്, ഭടന്മാർ, പ്രജാർണ സൈന്യം, ഭടന്മാർ, പ്രജകൾ. അപ്പോൾ രാജാക്കന്മാരുടെയും ഓർ പ്രജാക്കെ, പ്രജകളുടെയും മാലിക്, യജമാനനെ. ആ എന്നുള്ളത് ഓരോ വരികളിലും നമ്മളിങ്ങനെ കൊണ്ടുവരണം. ഏ രാജ ഓർ പ്രജാക്കെ മാലിക് എന്നാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവുക. അപ്പോൾ മനസ്സിലിട്ടണം. ഈ കാക്കെ എന്നൊക്കെ പറയുമ്പോൾ ഇൻ്റെ എന്നുള്ള അർത്ഥം കിട്ടും കേട്ടോ. അപ്പം സബ്സെ അനോക്കെ സബ്സെ നിറാലെ കണ്ടോ. സബ്സെ അനോക്കെ സബ്സെ നിറാലെ, സബ്സെ അനോക്കെ എല്ലാവരിൽ നിന്നും അല്ലേ, എല്ലാത്തിൽ നിന്നും അനോക്കെ വ്യത്യസ്തനായവനെ അല്ലേ. അള്ളാഹിനെ വ്യത്യസ്തനാണ്. ആരോടെങ്കിലും ഒത്തുവരും അള്ളാഹ്? ഇല്ല. സബ്സെ നിറാലെ എല്ലാവരിൽ നിന്നും അതുല്യനായവനെ, തുല്യതയില്ലാത്തവനെ. അള്ളാഹിനെ ആരെങ്കിലും ഒന്ന് തുല്യത, അതായത് ഒന്ന് സമമാക്കാൻ നോക്കുക, പറ്റൂല. അള്ളാഹ് വ്യത്യസ്തനാണ്. ഇനി അള്ളാഹിൻ്റെ വേറൊരു വിശേഷണം പറയാം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായവനെ, എല്ലാവരിൽ നിന്നും അതുല്യനായവനെ. ഓ ആങ്ക്സെ ഓജൽ, ആങ്ക്സെ ഓജൽ, ഊജലല്ല ഓജൽ. ആങ്ക്സെ ഊജൽ, ഓജൽ എന്ന് പറഞ്ഞാൽ കണ്ണിൽ നിന്നും മറഞ്ഞവനെ അല്ലേ. കണ്ണോട് കാണോ? അള്ളാഹ് അവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ഇല്ല, അള്ളാഹ് ഇല്ല. ദിൽക്കെ ഉജാലെ, ഹൃദയത്തിൻ്റെ പ്രകാശമേ. ഉജാല പറഞ്ഞ പ്രകാശം, നമ്മളെ ഹൃദയത്തിൻ്റെ പ്രകാശം, അത് അള്ളയാണ്. അള്ളാഹ്. ഇനി നാ ഒ ജഗത്ത് കീ കീനെ വാലെ, നാ ഒ ജഗത്ത് കീ കീനെ വാലെ. അത് നാ ഒ ജഗത്ത്, നാ എന്ന് പറഞ്ഞ തോണി, ജഗത്ത് ഭൂമി. ഈ ഭൂമിയെ, ഈ ലോകത്തെ അള്ളാഹു നമ്മളെന്താക്കാണ്? തോണിയോട് ഉപമിക്കുക എന്ന് പറഞ്ഞാൽ അതിനോട് ഇങ്ങനെ സമമാക്കി നമ്മൾ പറയാം. അപ്പം ഈ നാ ഒ ജഗത്ത്, തോണി എന്ന ലോകത്തിൻ്റെ, നാ ഒ ജഗത്ത് തോണി എന്ന ലോകത്തിനെ, കീനേവാലെ തുഴയുന്നവനെ, വലിക്കുന്നവനെ. കീനേവാല പറഞ്ഞാൽ വലിക്കുന്നവൻ, തുഴയുന്നവൻ. അപ്പം നാ ഒ ജഗത്ത് തോണിയാകുന്ന ലോകത്തെ വലിക്കുന്നവനെ. ദുഃഖമേ സഹാറ, ദുഃഖത്തിലും സഹാറ, സഹാറ എന്ന സഹായം അല്ലേ. ദുഃഖം വരുമ്പോഴും സഹായം ദേനേവാലെ നൽകുന്നവനെ. ദുഃഖമേ സഹാറ ദേനേവാലെ കണ്ടോ. ദുഃഖത്തിലും സഹായം ദേനേവാലെ നൽകുന്നവനെ. ഇതൊക്കെ അള്ളാഹിനെ കുറിച്ച് നമ്മൾ പറയാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഒരു ഭാഗം. നിങ്ങളെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് എന്നെ പേഴ്സണലായിട്ട് നിങ്ങൾ ബന്ധപ്പെടണം. എനിക്ക് ഉടനടി നിങ്ങൾക്ക് പരിഹാരം തരാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അപ്പം തന്നെ തന്നിരിക്കും. അല്ലെങ്കിൽ വീണ്ടും ഞാൻ എന്താക്കും, കുറച്ച് സമയത്തിന് ശേഷമോ പിന്നീട് എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. എല്ലാവരും ശരിക്കും ആവർത്തിച്ച് പഠിക്കണം. അസ്സലാമു അലൈക്കും.